ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗൈസ് നമ്മൾ ചൈനീസ് ഈ ഫുട്ബോളായിട്ടാണ് ഗൈസ് വന്നേക്കണേ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് റോഡ് ടു 1K ആണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് ഗൈസ്. ഈ ഭാഷ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എന്താണെന്നൊരു പിടിയും കിട്ടില്ല. കുറേ ഫ്രീ സ്പിന്നും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് മെസ്സിനെ കിട്ടിയില്ല. നമ്മുടെ ഗ്ലോബൽ വെർഷനിൽ നമുക്ക് മെസ്സിനെ ഫ്രീ ആയിട്ട് അവന്മാർ തന്നില്ലായിരുന്നോ. മെസ്സിയും പിന്നെ 10 ബേസ് കാർഡ്സിന് 9 ബേസ് കാർഡ്സ് എന്തോ. പക്ഷേ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 10 ബേസ് കാർഡ്സാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ബേസ് കാർഡിന് ഒരു മുൻഗണന നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ബേസ് കാർഡിന് അവരെന്തായാലും തരുന്നുണ്ട്. നമുക്കപ്പോൾ നെയ്മറിൻ്റെ ഒരു ബേസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നെയ്മറിൻ്റെ ഒരു കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാർഡ്സൊക്കെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഒരു എന്താ പറയുക, കുറേ പാക്ക് അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. 1000 കോയിൻ വെച്ച് ഇറക്കാൻ പറ്റും, 100 കോയിൻ വെച്ച് ഇറക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടല്ല കേസ്, അത്യാവശ്യം ബയൺ മ്യൂണിക്കിൻ്റെ മാത്രം തന്നെ ഒരു എപ്പിക്ക് ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ കുറേ ബേസ് കാർഡ്സും ഉണ്ട്. പിന്നെ അടുത്ത് വേറെ പാക്ക് ഉണ്ട് കേസ്, നമ്മുടെ ലെജൻഡറി പാക്ക് ഉണ്ട് ഇവിടെ. റുമിനിക് ഉണ്ട്, പാട്രിക് വിയറ ഉണ്ട്, കക്കയുണ്ട്, ഗുല്ലിറ്റ് ഉണ്ട്, സാമുവലേറ്റ് ഉണ്ട്, സാവി ഉണ്ട്. അങ്ങനെ കുറേ ലെജൻഡറി കാർഡ്സ് അവർ അങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പാക്കൊക്കെ ഇതിനകത്ത് ഇഷ്ടം പോലെ പാക്ക് ഉണ്ട് ഗൈസ്. പിന്നെ കോയിനും അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഇതിനകത്ത് വേറെ എന്തൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ നോക്കാം എന്തായാലും ഗൈസ്. ചൈനീസ് പ്ലേസ് ഒന്നും പറയാനില്ല. ഇതിനകത്ത് അത്യാവശ്യം കുറേ കോയിൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഗ്ലോബൽ വെർഷന് ഇതൊന്നും ഇല്ല ഗൈസ്. ഗ്ലോബൽ വെർഷനിൽ നമുക്ക് അല്ലറ ചില്ലറ കോയിൻസൊക്കെയാണ് തരുന്നുള്ളൂ. പാക്കാണെങ്കിൽ ഒരു ഇന്ന പാക്ക് അവന്മാർ കൊണ്ടുവരും, എന്നിട്ട് കോയിൻസ് ഭയങ്കരമായിട്ട് വലിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഇതൊക്കെ ഇതിനകത്തു നിന്നൊക്കെ അത്യാവശ്യം കോയിൻസ് കിട്ടുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എങ്ങനെ കളിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഈ ഭാഷ സെറ്റ് ആവാത്തതുകൊണ്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്. ഓക്കെ, ഗൈസ് നമുക്കിങ്ങനെ 20 കോയിനൊക്കെ വെച്ച് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഗൈസ് ഡെയിലി ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പെസ്റ്റിൽ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഇല്ല ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ചൈനീസ് പെസ് അത്യാവശ്യം കൊള്ളാം ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് 100 കോയിനൊക്കെ അവന്മാർ തരുന്നുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതെന്താണ്, കുറച്ച് കാർഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പ്രീമിയം പാക്സ് ഒന്നും ഇല്ല ഗൈസ്. ഇപ്പോൾ ഇതിനകത്ത് ലാപ്പൊന്നും ഇല്ല. അപ്പോൾ ലാപ്പിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇവന്മാർ ഇങ്ങനെ കോയിൻ വെച്ച് കറക്കി എടുക്കാൻ പാകത്തിനാണ് കൊണ്ടുവന്നിട്ടാണ്. അതിനുള്ള കോയിൻസും ഇവന്മാർ തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തോ സാധനം കറക്കാൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കറക്കി നോക്കാം. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഓക്കെ, ബേസ് കാർഡാണ്. ഇതിനകത്തും ഭയങ്കര തേപ്പാണ്. ഓക്കെ, ഒരു ട്രൈയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ടിക്കറ്റാണ് ഗീസ്, എന്തോ ഒരു പച്ച കളറിലുള്ള എന്തോ ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ 1000 കോയിൻ വെച്ച് കറക്കാം ഗീസ്. 1000 കോയിൻ വെച്ച് ഇറക്കി കഴിഞ്ഞാൽ 10 പ്ലേയേഴ്സിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗീസ്, അത്യാവശ്യം പാക്സും കാര്യങ്ങളൊക്കെ ഒരുമാതിരി കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതിനുള്ള കോയിൻസും ഒരുമാതിരി തരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ട്രൈയും കൂടി എന്തായാലും എടുത്തു നോക്കാം. ഇല്ല ഗീസ്, അതും ബേസ് കാർഡാണ്. ഓക്കെ, ഗോൾ കീപ്പറിനെ കിട്ടിയിട്ടുണ്ട് ഗീസ്. അങ്ങനെയാണ് ഈ ചൈനീസിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം പാക്സ് ഉണ്ട്, പിന്നെ കുറേ ഓപ്ഷൻസൊക്കെ ഇതിനകത്തുണ്ട് ഗൈസ്. അതെന്തൊക്കെയാണെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുമുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്തിട്ടാണ്, ഇതിനകത്തും കോയിൻസ് ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, കോയിൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. പലയിടത്തും പല കോയിൻസാണ്. നമുക്ക് ഇഷ്ടം പോലെ കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് എങ്ങനെയായിരിക്കും മാച്ച് കളിക്കുക അറിയില്ല കേട്ടോ. ഇത് നമുക്ക് നോക്കാം. 800 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എല്ലാ പ്ലേസിനും എടുക്കാൻ പറ്റും. ഇതിനകത്ത് മറ്റേ ബ്ലിസ് കേളർ സലയൊക്കെ കിടക്കുന്നുണ്ട് ഗീസ്. പിന്നെ ബുള്ളറ്റ് ഹെഡർ മറ്റ് പ്ലെയറൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് 800 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്ലേസിനും എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. ബ്ലിസ് കേളർ സലയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാച്ച് വാസിനകത്ത് എങ്ങാണ്ട് മെസ്സിയുടെ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണ കേട്ട്. മാച്ച് വാസൊക്കെ എവിടെയാണ് ഗീസ്? അതെങ്ങനെ എടുക്കുക? അതെങ്ങനെയാണ് ഗീസ് എടുക്കുക? അറിഞ്ഞുകൂടാട്ടോ, എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. 100 കോയിൻ എന്തായാലും നമുക്ക് ചുമ്മാ കറക്കി കളഞ്ഞ്
എന്തായാലും 100 കോയിൻ കറക്കി കളയാം. ലെറ്റ്സ് ഗോ. ബേസ് കാർഡ് തന്നെയാണ് ഗീസ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ബേസ് കാർഡാണ്. എന്തായാലും കൊള്ളാം, ചൈനീസ് പേസ് എന്തായാലും കൊള്ളാം ഗീസ്. അത്യാവശ്യം പാക്സ് ഒക്കെ ഉണ്ട്. വേറെ നമുക്കിനിപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് ഇതിനകത്ത്? ഓക്കെ, ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റൂലേ? ഓക്കെ, ഇവിടെയൊക്കെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസ്. ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതെന്താണ്? മാനേജറിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗീസ്. നമുക്കിവിടുന്ന് മാനേജറിനെ പിടിക്കാൻ പറ്റും? അറിയില്ല കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ പുതിയ ഇവൻ്റൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ചൈനീസ് പെസ് എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ കൊള്ളാം ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. ഇത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പച്ച ടോക്കൺ കിട്ടും ഗൈസ്. അങ്ങനെ എന്തൊക്കെയാണ്, ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് ഒന്നും പിടികിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും ഗ്ലോബലിനേക്കാളും അടിപൊളിയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് മാത്രം എന്താണ് ഗീസ്, നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവന്മാർ കൊണ്ട് തരുന്നില്ല. ചൈനീസിൽ ചുമ്മാ വാരിക്കോരിയാണ് കോയിൻസൊക്കെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഗീസ്. എന്തായാലും കൊള്ളാം. ഇതെന്താണ്? നമുക്കിവിടെ എന്തോ ചെയ്യാൻ പറ്റും ഗീസ്. ഇതൊക്കെ എന്താണ് ഗീസ്? സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് GP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തോ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് GP ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി അത് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത് എന്തൊക്കെയോ സംഭവങ്ങൾ കളക്ട് ചെയ്യണമെന്നോ കംപ്ലീറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ഉണ്ട് ഗൈസ്. എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. കളർഫുള്ളാണ് ഗൈസ്, ഫുൾ കളർഫുള്ളാണ്. ഇവിടെ പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഇന്ന ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ്? ഇവിടെ എന്തോ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഇതെന്താണ്? മാച്ച് പാസ്സാണ്? അറിയില്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തൊരു 5 സ്റ്റാറിൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് മാച്ച് പാസ്സാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മാച്ച് പാസ് പോലെയാണ് തോന്നണത് ഗൈസ്. എന്തായാലും ഇതിനകത്ത് നമുക്ക് ബേസ് കാർഡിനൊക്കെയാണ് ഗൈസ് കിട്ടുന്നത്. ബരല്ലേനൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബേസ് കാർഡിന് ഇതിനകത്ത് ഭയങ്കര ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവർ. അത് ബേസ് കാർഡിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് നിന്ന്. പിന്നെ ഇവിടെ എന്തോ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. ഇതെന്താണ്? ഓക്കെ ഗൈസ്, എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് ഗൈസ്. എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തിരിയുന്നില്ല ഗൈസ്. പിന്നെ ഭാഷയും മനസ്സിലാവുന്നില്ല. പക്ഷേ അത്യാവശ്യം കോയിൻസ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കയറിയ മിക്കതിലും കോയിൻസ് ഞാൻ കണ്ടു ഗൈസ്. അതൊക്കെ എങ്ങനെ കളക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാച്ച് കളിച്ചിട്ടാണോ എന്ത് കളിച്ചിട്ടാണോ എന്നൊന്നും ഒരു പിടിയില്ല ഗൈസ്. എന്തായാലും വേറെ ഇവിടെ എന്താണ് ഗൈസ്? ഇത് നമ്മുടെ പെസ്സിനകത്ത് ഉണ്ടായിരുന്നൊരു സംഭവമല്ലേ ഗൈസ്? ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പെസ്സിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ എന്തായാലും കോയിൻസൊക്കെ കളക്ട് ചെയ്യട്ടെ. അത്യാവശ്യം ഇതിനകത്ത് തന്നെ ഇപ്പോൾ തന്നെ ഗൈസ് അത്യാവശ്യം കോയിൻസ് സെറ്റ് ആവുന്നുണ്ട്. അതിനകത്ത് ഇനിയും കോയിൻസൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. അതുപോലത്തെ ഒരു സംഭവം നമ്മുടെ ഗ്ലോബൽ വെർഷനിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ അടിപൊളിയായനെ. എന്തായാലും കൊള്ളാം ഗൈസ്. പിന്നെ 500 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാക്കിനകത്തുള്ള എല്ലാ പ്ലേസിനും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, 500 അല്ല 150 പ്ലേസ് എങ്ങാണ്ട് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് ബേസ് കാർഡ് ഉൾപ്പെടെ ഉണ്ട്. 500 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ബേസ് കാർഡിനെ എടുത്ത് തരാനായിരിക്കും ചാൻസ് കൂടുതലും. എന്തായാലും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ വേറെ എന്തിട്ടാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ. ഗൈസ്, ഭയങ്കരമായിട്ട് ലാഗ് ആവുന്നുണ്ട് ഗൈസ്. നമ്മുടെ ലെജൻഡറി പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഗ്ലോബൽ വെർഷനിൽ കൊണ്ടുവരുന്ന പോലും ഇല്ല. പിന്നെ നെസ്റ്റയുടെ പാക്കൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പാക്കുണ്ട് ഗൈസ്, കുറേ പാക്കുണ്ട്. ഇതുണ്ടില്ലേ, നെസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ്, കിടിലൻ പ്ലേയേഴ്സിൻ്റെ പാക്കൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് 1000 കോയിൻ എന്തോ കൊടുക്കണം ഗീസ്. 1000 കോയിൻ കൊടുക്കണം. പിന്നെ ഭയങ്കരമായിട്ട് ലാഗ് ആവുകയാണ് ഗീസ്. അതാണ് ഇങ്ങനെ എടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ലാഗിങ് ആണ്. പിന്നെ വിനീഷ്യസിൻ്റെ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗീസ്. വിനീഷ്യസ്, ബെല്ലിംഗം, അങ്ങനെ കുറച്ച് പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 100 കോയിൻ കറക്കി നോക്കാം ഗീസ്. കിട്ടുമോയെന്നൊന്നും അറിയില്ല. കിട്ടാനൊന്നും ചാൻസ് ഇല്ല ഗീസ്. എന്തായാലും 100 കോയിൻ കൊടുത്തു നോക്കാം. ഓക്കെ, 100 കോയിൻ ഞാൻ
വെക്കാൻ പോവാണ്. അതിന് നമുക്ക് ഉള്ളിലൊക്കെ കയറി നോക്കാം. ഓ, ഇതിനകത്ത് ഫുള്ള് റിയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സാണ് ഗൈസ്. മറ്റേ എന്താ പറയുക, പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കാർഡ്സൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഷോർട്ട് ടൈം മാത്രമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും 100 കോയിൻ എന്തായാലും എടുത്ത് നോക്കാം ഗൈസ്. കിട്ടുമൊന്നുമില്ല ഗൈസ്, അത് വേറെ കാര്യമാണ്. എന്തായാലും കറക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് അത്യാവശ്യം കോയിൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ വലിയ സീനൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ബരലേനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 5 സ്റ്റാറാണ്, 5 സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചൈനീസ് ബസ് കിടിലാണ് ഗൈസ്. കളിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇതൊക്കെ ഗ്ലോബൽ വെർഷനിൽ കൊണ്ടുവരുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരുന്നു. പക്ഷേ കൊണ്ടുവരില്ല ഗൈസ്, അതാണ് കൊനാമി. ചൈനീസുകാർക്ക് വാരിക്കോരി കൊടുക്കും, നമുക്കൊരു തേങ്ങയും കൊണ്ട് തരില്ല. നമുക്ക് വേറെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. ഇതെന്താണ്? ഓക്കെ, ഈ പോയിൻ്റ് എന്താ നമുക്ക് വെച്ച് കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടും ഗൈസ്. കോയിൻസൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം കോയിൻസ് കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചൈനീസ് ബസ്സിൽ അത്യാവശ്യം കോയിൻസ് ഉണ്ട്. അതിനനുസരിച്ച് അത്യാവശ്യം പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഗൈസ് നമ്മുടെ ഗ്ലോബൽ വെർഷനായിട്ടൊരു വ്യത്യാസം എന്ന് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം കളിച്ചിരിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കണ്ടില്ല ഗൈസ്, അത്യാവശ്യം പാക്സ് ഉണ്ട്. കുറേ കിടിലം പാക്സ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കിടിലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു. അടിപൊളിയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ചൈനീസ് ബസ്സിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ എന്തിട്ടാണ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത് മെസ്സിയുടെ ഒരു കാർഡ്. മെസ്സിയുടെ ബ്ലിസ് കേളർ കാർഡാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് 1000 കോയിൻ കൊടുത്തെടുക്കണം ഗൈസ്. ഒരു ഫ്രീ സ്പിന്നുണ്ട്. അപ്പോൾ ഇത് മാച്ച് പാസ് അല്ലേ? ഇതെന്താണ് ഈ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഫ്രീ സ്പിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രീ സ്പിന്നിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. യെസ് ഗൈസ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, വീണ്ടും ഒരു 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഡിയാസിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ മെസ്സിനെ എടുക്കണമെങ്കിൽ 1000 കോയിൻ എന്തോ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. 1000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ മെസ്സിനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ 1000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ 250 പ്ലേസ് ഇതിനകത്തുണ്ട്. മെസ്സി മാത്രമല്ല ഗൈസ്, ഇതിനകത്ത് 250 പ്ലേസ് ഉണ്ട്. അപ്പോൾ 1000 കോയിൻ കൊടുത്തു കഴിഞ്ഞാലും വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പുറം എന്തോ കൊടുത്തിട്ടുണ്ട്. ക്രൈഫിൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ജോഡി ആൽബയുടെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറി നോക്കാം. ഓക്കെ, ബ്ലിസ് കേളർ മെസ്സിയുടെ കാർഡുണ്ട്. ഓ, എപ്പിക്കായിട്ട് ബ്ലിസ് കേളർ മെസ്സി മാത്രമേ ഉള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം എന്താ പറയുക, ബേസ് കാർഡ്സാണ്. എടാ, ബേസ് കാർഡ്സിലും മെസ്സി ഉണ്ടോ? അത് ശരി, ഒരു പാക്കിൽ 2 മെസ്സി. കൊള്ളാം. അത്യാവശ്യം ബേസ് കാർഡ്സാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനകത്ത് നിന്ന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പിക്കായിട്ട് ആ ബ്ലിസ് കേളർ മെസ്സി മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷേ അത്യാവശ്യം കൊള്ളാട്ടോ. നല്ല പാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം കോയിൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഗെയിം പ്ലേയിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഗ്ലോബൽ വെർഷനായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല. ഇതാണ്. പിന്നെ വേറെ കുറേ പാക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റൊണാൾഡോയുടെ ഷോർട്ട് ടൈം കാർഡ്, ഡ്രോബ. ഇതൊക്കെ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ല ഗൈസ്, ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഭാഷ മനസ്സിലാവുക, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും കൊള്ളാം, അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് ബസ്സൊക്കെ ആരെങ്കിലുമൊക്കെ കളിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കയറ്റി നോക്കിയതാണ്. കുറേ പേര് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കിയതാണ്. എന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും കൊള്ളാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്യാവശ്യം കോയിൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഒരു പാക്ക് ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുമെങ്കിൽ വരാം ഗൈസ്. ഞാനങ്ങനെ എപ്പോഴും ഇത് കളിക്കലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. കാരണം നമ്മൾ മെയിനായിട്ട് നോക്കണത് ഗ്ലോബൽ വെർഷൻ ആണല്ലോ. ഞാൻ ചുമ്മാ ചൈനീസ് ബസ് ഒന്ന് കയറ്റി നോക്കിയെന്നുള്ളൂ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. കുറേ പേരൊക്കെ നല്ല ഒപ്പീനിയൻ പറയണായിട്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കയറ്റി നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ല. മാച്ച് പാസിൽ നിന്ന് തന്നെ അത്യാവശ്യം കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഇന്ന കോയിൻ തന്നെ മാച്ച് പാസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലിസ് കേളർ മെസ്സി, അങ്ങനെ കുറച്ച് കാർഡ്സ്, കിടിലൻ കാർഡ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ്. എന്തായാലും കൊള്ളാം. ഈ ഭാഷ ഇംഗ്ലീഷിലാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഗൈസ്. എന്തൊക്കെയോ ഞാൻ കളക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കോയിൻസ് കിട്ടുന്നുണ്ട് പറയാം. നല്ല പാക്സ് കൊണ്ടുവന്നിടുന്നുണ്ട്. അതൊക്കെയാണ് ഗൈസ് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.